ഹലോ, ഇന്ന് നമ്മൾ ഹിന്ദു ബാപ്സ് ടെമ്പിളിൽ പോവുകയാണ്, അബുദാബി. അപ്പോൾ നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഫസ്റ്റ് ഒരു ലോങ് യാത്രയെന്ന് പറയാം. ഒരു 1.5 മണിക്കൂറുണ്ട് നമ്മുടെ റൂമിൽ നിന്ന്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ട്രഡീഷണൽ ലുക്കിൽ പച്ച സാരി, ചുമന്ന ബ്ലൗസ്. ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുപ്പിവള ഇടാനാണ് കൂടുതൽ ഇഷ്ടം ട്രഡീഷണൽ ലുക്കിൽ. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ട് ഒരു പ്രഹസനം, ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഉച്ച തിരിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം വൈകിട്ടായാൽ നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഇരുട്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. നല്ല രസമില്ലേ? പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റും അത്യാവശ്യം ചൂടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് പൂവ് മേടിച്ചു തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് അവിടെ എത്തിയിട്ടേ വയ്ക്കുന്നുള്ളൂ, കാരണം നല്ല ചൂടുള്ളത് കൊണ്ട് ചിലപ്പോൾ സ്മെല്ല്, 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ട് സ്മെല്ല് ചിലപ്പോൾ പ്രശ്നമായാലോ എന്ന് കരുതിയിട്ട് പൂവ് മേടിച്ച് വെച്ചു. അങ്ങനെ നമ്മൾ ലോങ് ഡ്രൈവിന് ശേഷം ടെമ്പിൾ കണ്ടു എത്താറായി കേട്ടോ. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡൽഹിയിലൊക്കെ നമ്മൾ അക്ഷരധാം എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ലുക്കാണ്. ഇങ്ങനെ പൂവ് വയ്ക്കാൻ പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പൂവ് നമുക്ക് നല്ല ഓളിയമായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാടുള്ളത് കണക്ക്, ഇതിപ്പോൾ 2 മുഴം പൂവാണ്, പക്ഷേ വച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാടുള്ളത് കണക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ തോന്നും, നല്ല ഓളിയം തോന്നും. അങ്ങനെ പൂവൊക്കെ വെച്ച് കുറച്ചുകൂടെ സുന്ദരിയായി. നല്ല ഒരു സൺസെറ്റ് ടൈം ആയതുകൊണ്ട് നല്ല വെയിലും നല്ല രസമുണ്ടായിരുന്നു. ആ കളർ കോമ്പിനേഷൻ പറയേണ്ടത് തന്നെ കേട്ടോ, പച്ചയും ചുവപ്പും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഒരു ഇരുൾച്ച പോലെയൊക്കെ ആയി കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അത്രയ്ക്ക് ഡേ ലൈറ്റ് ഇല്ലാത്ത കണക്ക് തോന്നി, എന്നാൽ ടൈം അധികം ആയിട്ടുമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നേരത്തൊരു സ്കാനിങ്ങും പിന്നെ ഒരു വെബ്സൈറ്റ് അപ്ഡേഷനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. നല്ല ഒരു എന്താ, അവിടെ ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, ചെല്ലുമ്പോൾ തന്നെ ഒരു പൂൾ സൈഡ് കണക്ക് വന്നിട്ട് അതിലിങ്ങനെ ഈ സൂര്യപ്രകാശം വീണ് ടെമ്പിൾ കംപ്ലീറ്റ് ആ വെള്ളത്തിൽ കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഡേ ലൈറ്റ് പോയി. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ചെരുപ്പ് വയ്ക്കാനും ടെമ്പിളിൽ കയറുന്നതിന് മുമ്പ് കൈയും കാലും കഴുകാനൊക്കെ ഒരു റെസ്റ്റ് റൂം കണക്കൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവരെ പ്രൈവസി അത് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഈ ചെരുപ്പൊക്കെ അവിടെ വച്ചിട്ട് ഈ സ്റ്റെയർ കയറിയിട്ട് ഇങ്ങനെ പോകണം. ഒരുപാടുണ്ട് കേട്ടോ സ്റ്റെയർ കയറാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോസൊന്നും അലോഡല്ല, ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല. പുറത്തും നമുക്ക് എത്ര വീഡിയോ ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. ഫുള്ള് കൊത്തുപണികളാണ്, ഓരോ ചുവരിലും ഓരോ കഥയാണ് കൊത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഈ ദുബായ് ടൂർ, UAE ടൂറിനൊക്കെ വരൂലേ ആൾക്കാർ പുറത്തുനിന്ന്, ടൂറിസം, അങ്ങനെ വരുന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു. ബാച്ചായിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഇതുണ്ട്, ഇത് കംപ്ലീറ്റ് സീറോ സിമെൻറ്റിൽ ഫുൾ മാർബിളിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇത് കണക്കത്തെ ഇതുണ്ട്, പക്ഷെ നമുക്ക് ഫോൺ അലോഡല്ല. അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങി. ഇതൊക്കെ ഓരോ സ്റ്റോറിയാണ് ഈ ചെറുതായിട്ട് ചെയ്തു വച്ചേക്കുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ കംപ്ലീറ്റ്ലി. പിന്നെ ഇതുപോലത്തെ ഓരോ വ്യൂസും, നാച്ചുറൽ വ്യൂ തന്നെ നമുക്ക് ഒരു പ്രത്യേകതര പോസിറ്റീവ് വൈബ് വരുന്നുണ്ടായിരുന്നു. പിന്നെന്താ, ഇതൊക്കെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ സമയം ചിലവഴിച്ച് ഈ ഓരോ കൊത്തുപണിയും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓരോന്നും ഓരോ സ്റ്റോറിയാണ്.
കാണുന്നുണ്ട്. ഇതിൽ കാർവ് ചെയ്തിരിക്കുന്നത് രാമായണം, ശിവപുരാണം, സ്വാമിനാരായണ സ്റ്റോറി, പിന്നെ മഹാഭാരതം, പിന്നെ ശ്രീകൃഷ്ണ സ്റ്റോറി, സ്വാമി അയ്യപ്പൻ്റെ സ്റ്റോറി. ഇതാണ് ഇതിൽ കാർവ് ചെയ്തിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ പുറത്ത്. ഓക്കെ, അയ്യപ്പൻ്റെ കഥ ഇങ്ങനെ വരുന്നു. അയ്യപ്പൻ ശബരിമലയിലെ സ്ഥാനങ്ങൾ കണ്ടെടുക്കുന്നു. പുലിപ്പാലി കഥ പുലിയുടെ മുകളിൽ വരുന്നു. അങ്ങനെ ഇതെടുത്തത് സ്വാമി ലക്ഷ്മിനാരായണൻ എന്ന് പറയുന്നത്. അല്ലത് തിരുപ്പതി ബാലാജി. കണ്ട സ്റ്റോറി ഓഫ് തിരുപ്പതി ബാലാജി. എടുത്തതാണ്. പെട്ടിന്ന് കൊച്ചിനെ കിട്ടുന്നു. ശ്രീകൃഷ്ണൻ അർജുനൻ അങ്ങനെ പോയി. പാഞ്ചാലി വസ്ത്രാക്ഷരം സാരി പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുത്ത ഫുൾ സ്റ്റോറിയും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് കണ്ടോ, ഈ ഗ്രൂപ്പിന് അവർ ഗൈഡ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മനുവേട്ട അവിടെ പോയി അവർ പറയുന്നതും കേട്ടിട്ട് എനിക്കിങ്ങനെ അത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് റൂമിൽ പോയി. പിന്നെ വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴത്തേക്കും ദീപാരാധന ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളവിടെ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇവിടെ ഒരു കഫ്റ്റീരിയൊക്കെ ഉണ്ട്. ഭയങ്കര അഫോർഡബിളാണ്, റേറ്റ് കുറവാണ്. അവിടെ മാത്രമാണ് നമ്മൾ ആകെ പൈസ കൊടുക്കുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്ക് ഫ്രീ ആണ്. ഈ റെസ്റ്റ് റൂമിൽ ഇത്രയും സൗകര്യമുണ്ട്. നമുക്ക് കിടന്ന് ഉറങ്ങാതിരിക്കാം, അത്രയും സ്ഥലമുണ്ട്. ഇത് കണ്ടോ, ഈ ചുറ്റും ഇങ്ങനെ മണി ഇട്ടിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാനത് മണി അടിച്ചൊക്കെ നോക്കി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ഇങ്ങനെ മണി ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ദീപാരാധന തുടങ്ങി. ദീപാരാധന കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി ആ കഫ്റ്റേരിയയിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ അമ്പലത്തിലെ പ്രസാദം തരും. ഡാൽ ചവലല്ലേ, അത് പ്രസാദം കിട്ടി. പിന്നെ നമ്മൾ കഫ്റ്റേരിയയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് 2-3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലം വിസിറ്റ് ചെയ്തു. കുറേ നാളായിട്ട് വിചാരിക്കുന്നതായിരുന്നു ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണമെന്ന്. അങ്ങനെ അത് സാധിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ബായ്.